എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈ കൂടി തന്നേക്കണം. അപ്പൊ നമ്മൾ എല്ലാവരും കണ്ടതാണ് നമ്മുടെ കല്ലറ അംബികയുടെ അമ്മയുടെ മരണത്തില് ഡോക്ടർ ബിന്നിയും അതുപോലെ തന്നെ മായാ വിശ്വനാഥും കൂടി സംസാരിച്ച് നിന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഡോക്ടർ ബിന്നി ഈ പറയുന്ന മൃതദേഹത്തിന്റെ അടുത്ത് നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് സാജൻ സൂര്യയോടും എന്തോ പറഞ്ഞു ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞിട്ട് നമ്മളൊക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടർ അല്ലേ അവര്, ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ പാലിക്കേണ്ട കുറച്ച് മാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, ഇങ്ങനെ ചിരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ ഹെൽത്തി ആയ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പല യൂട്യൂബർമാരും ഈ ഒരു വിഷയത്തെ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബിന്നി ബിഗ് ബോസിനുള്ളിൽ നിന്നപ്പോൾ നമ്മുടെ അനുമോളുടെ PR-ന്റെ സംഭവം എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത് ബിന്നി ആയിരുന്നു. അപ്പോൾ കുണുമോളെ വേദനിപ്പിച്ചതിലുള്ള ആ ഒരു പ്രതികാരം വീട്ടാനെന്നുള്ള രീതിയിൽ അതിനെ എടുത്തു വച്ചിട്ട് ബിന്നിയെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുള്ള ഒരുപാട് യൂട്യൂബർമാർ ഉണ്ടായിരുന്നു. യൂട്യൂബർമാർ പലരും കാണാതെ പോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ലാലേട്ടന്റെ അമ്മയുടെ മരണ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ അനുമോള് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുമോള് ഇങ്ങനെ ഒരിടത്ത് നിൽക്കുന്നു, അനുമോളുടെ ഒരു ഫ്രണ്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ മാറി പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ അലിൻ ജോസ് പെരേര അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ അലിൻ ജോസ് പെരേരയെ കാണുമ്പോഴത്തേക്കുള്ള നമ്മുടെ അനുമോളുടെ ഒരു ചിരി ഉണ്ടല്ലോ, ശരിക്കും അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പുച്ഛാ തോന്നുന്നത്. അല്ല, നേരത്തെ ബിന്നി ചിരിച്ചപ്പോൾ അതിനെ പറ്റിയിട്ട് ഘോരം പ്രസംഗിച്ചിട്ടുള്ള ആളുകളാരും ഈ കുണുമോള് ചിരിച്ചതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ പോലും ചെയ്തത് നമ്മൾ ആരും കണ്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ അതുൽ വ്ളോഗ്സ്. അതിലൊന്നും എന്ത് പറ്റി അതിൽ കാണാഞ്ഞിട്ടാണോ ഇത് വീഡിയോ ചെയ്യാതിരുന്നത്? അതേ ഇനി അനുമോൾ ആയതുകൊണ്ട് അതിലങ്ങ് കണ്ണടച്ച് കളഞ്ഞതാണോ? അതായത് ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് അനുമോളെ പറ്റിയിട്ട് കൂടുതൽ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതുലാണെങ്കിൽ വയലന്റ് ആവും. അപ്പോൾ അതിനെതിരെ നന്നായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അത് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ തന്നെ അനുമോളെ പറ്റിയിട്ട് ഒരാൾ സംസാരിച്ചപ്പോൾ, ഒരു സ്ത്രീ ആയിരുന്നു, അവരുടെ വിവരക്കേട് കൊണ്ട്, അവരുടെ വിവരദോഷം കൊണ്ട് അവരെന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അതിന്റെ പേരിൽ മൊത്തത്തിൽ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറെ പച്ചത്തെറികളൊക്കെ വിളിച്ചുകൊണ്ട് അതിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുണുമോള് ഇങ്ങനെ ചിരിച്ചത് കാണാഞ്ഞിട്ടാണോ കാണാത്തതുപോലെ അഭിനയിച്ചതാണോ എന്ന് അറിയില്ല. ഇനി കാണാതെ പോലെ നിന്നതാണോ എന്തോ അതിൽ അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പൊ എന്തായാലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും പ്രതികരിക്കണം. ഒരാളെ സേവ് ചെയ്യാൻ മാത്രമല്ല, അവരുടെ തെറ്റ് കണ്ടാൽ അതും വിളിച്ച് കാണിക്കണം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് ഒരു വ്യക്തിയെ എപ്പോഴും ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് പോളിഷ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ചൂണ്ടിക്കാണിക്കണം. എന്നാൽ മാത്രമേ അവർ ആ ഒരു തെറ്റിനി ചെയ്യാതെ പോവാമെന്ന് ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരത്തി ആദ്യം ചിരിക്കുന്നു. നിങ്ങൾ തന്നെ നോക്കൂ, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പുള്ളിക്കാരത്തി ചിരിക്കുന്നു. അലിൻ ജോസ് പെരേര വരുന്നു. പെരേരയെ കാണുമ്പോഴത്തേക്ക് അവർക്ക് ചിരി സഹിക്കാനേ പറ്റുന്നില്ല. ഊറി ചിരിക്കുകയാണ് എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അലിൻ ജോസ് പെരേരയ്ക്ക് എന്താ പെരേരെ കണ്ടപ്പോൾ ഉടനെ ചിരി പൊട്ടാനായിട്ട്? എന്താ, അയാൾ അവിടെ നന്നായിട്ട് വസ്ത്രം ധരിച്ചാണല്ലോ അലിൻ ജോസ് പെരേര വന്നത്. ഒട്ടും ബോറിംഗ് ആയിട്ടല്ലായിരുന്നല്ലോ. വളരെ മാന്യമായ രീതിയിലാണ് പുള്ളിക്കാരൻ ഡ്രസ്സ് ധരിച്ച് വന്നത്. പുള്ളിക്കാരന്റെ ശരീരഭാഗങ്ങൾ എങ്ങും കാണാനും പറ്റിയില്ല. വളരെ മാന്യമായിട്ട് എല്ലാം ഒതുക്കി പൊതിഞ്ഞു വെച്ച് തന്നെയാണ് അയാൾ വന്നത്. അയാളെ കണ്ടിട്ട് അനുമോൾക്ക് ഇത്രയധികം ചിരി പൊട്ടിയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ. അപ്പൊ ഇതൊന്നും ആളുകൾ കാണത്തില്ല, കാണേണ്ടതൊന്നും കാണത്തില്ല. അല്ലാണ്ട് ഇപ്പോൾ രേണു സുധീര കൊതിയെന്നുണയാണെങ്കിൽ എല്ലാവരും കാണും. നമ്മൾ അവര് എന്നാ പറയും, രേണുവിനെ പറ്റി നിങ്ങൾ പറയുന്നില്ലേന്ന്. നമ്മൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. നമ്മൾ ആരതും പറയാതെ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും പൊതിഞ്ഞു വെച്ചൊന്നും സംസാരിക്കാറില്ല. നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കുണുമോള് ചിരിച്ചത് മാത്രം ആർക്കും വിഷയമില്ല. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ മുതിർന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ കാര്യമാണ്. മറ്റാരുമല്ല, നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി. ഇവര് ഇതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി ചേച്ചി വരുന്നൊരു വരവുണ്ട് കേട്ടോ. അതിവിടെ ഞാൻ വെച്ച് തന്നേക്കാം. അതാണ്, ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് പോലും ഒരു മരണ വീട്ടിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് അറിയാൻ വയ്യ. ഭാഗ്യലക്ഷ്മി ചേച്ചി ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് ആരുടെത്തോ എന്തോ പരിചയത്തിന്റെ പേരിൽ. അപ്പൊ ഇവിടെ പലരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, മരണ വീട്ടിലാണെന്ന് കരുതിയിട്ട് പരിചയമുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ എന്താണ് കുഴപ്പമെന്ന്. അത് നിങ്ങളുടെ വിവരക്കേട് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളൊരു മരണ വീട്ടിൽ പോകുന്നത് നമ്മൾ ആ ഒരു മൃതദേഹത്തെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ആ ഒരു വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും കൂടിയാണ്, അല്ലേ? അപ്പൊ അങ്ങനെ വന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ട് ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതുപോലെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുപോലെ തന്നെ പിന്നെ നമ്മുടെ ലാലേട്ടനെ പറ്റിയിട്ടും
ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ അവിടെ വന്ന ആളുകളെടുത്ത് ചിരിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ ലാലേട്ടൻ ചിരിച്ചതിനെ പറ്റിയിട്ടും ഇവിടെ ഇതുപോലെ ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേൾക്കേണ്ടത് ആരും കേൾക്കാറില്ല, കാണേണ്ടത് കാണാറില്ല. പക്ഷേ ഇത് എത്ര കേട്ടാലും കണ്ടാലും അവരവർക്ക് താല്പര്യമുള്ള വ്യക്തികളെ പറ്റിയിട്ടാണെങ്കിൽ അത് പോളിഷ് ചെയ്തങ്ങ് വെച്ചിരിക്കും, അത് പുറത്തേക്ക് എടുക്കത്തില്ല, അത് കാണാത്തതുപോലെ എങ്ങിയിരിക്കും. അതാണ് മറ്റു പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമ്മൾ അവിടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന പലരെയും നമ്മൾ കണ്ടതാണ്. ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് പുട്ടിയൊക്കെ അടിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഭയങ്കര എന്താണ് ലാലേട്ടൻ്റെ അമ്മ മരണപ്പെട്ടു പോയ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവിടെ ആ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ രേണുസുതി വന്നൊരു വരവുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്ക് പോലും ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. വളരെ ഒരു മരണ വീട്ടിൽ എങ്ങനെയാണോ പോകേണ്ടത് ആ ഒരു രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരത്തി വന്നിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരത്തിയോട് റെസ്പെക്ട് ഉണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അത് പറയുമ്പോഴും ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വാല് പോലെ ഇവരുടെ പിറകെ നടക്കുന്ന ഒരു മീഡിയക്കാരനുണ്ടല്ലോ, ആ ഒരു പുള്ളിക്കാരനെ ഇവിടെ താങ്ങിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം പുള്ളിയുടെ വായാണെങ്കിൽ അടങ്ങിയിരിക്കത്തില്ല. എന്തെങ്കിലും ചോദിക്കും, രേണു അതെങ്ങനെ, രേണു ഇതെങ്ങനെ, ഇങ്ങനെ പുള്ളിക്കാരെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ആ വാലിനെയും കൊണ്ടാണ് ഈ പറയുന്ന രേണു വന്നത് കേട്ടോ, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ സാധാരണ എല്ലാവരും ഓരോ സെലിബ്രിറ്റികളും അവിടെ പോയതിൻ്റെ വീഡിയോ ഒക്കെ പകർത്തി സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടിരിക്കുന്നത് മറ്റ് ആളുകളാണ്, മറ്റ് മീഡിയാസൊക്കെയാണ്. പക്ഷേ ഇവിടെ രേണുസുതിയുടെ സ്വന്തം മീഡിയക്കാരനെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം പുള്ളിക്കാരത്തി തന്നെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. അതായത് പുള്ളിക്കാരത്തി തന്നെ ആളിനെ കൊണ്ടുവന്നു പുള്ളിക്കാരത്തിയുടെ കൂടെ, പുള്ളിക്കാരത്തി നടന്നു പോകുന്നതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാനായിട്ട്. എന്തായാലും പുള്ളിക്കാരത്തി ഭയങ്കര സങ്കടമുള്ള രീതിയിലൊക്കെയാണ് നടന്നു പോയത്. എന്തായാലും മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ ആ ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മീഡിയക്കാരെ ഒന്നും മൃതദേഹത്തിന്റെ അടുത്തേക്ക് വിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് ഇതുപോലെ വരുന്ന ലോക്കൽ ചാനലുകളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ രേണുസുതി പോകുന്നു, നമ്മുടെ ലാലേട്ടൻ്റെ അമ്മയുടെ മൃതദേഹമൊക്കെ കണ്ടിട്ട് അവർ തിരിച്ച് അതുപോലെ തന്നെ വളരെ പക്വതയോടുകൂടിയും പാകതയോടും കൂടി തന്നെയാണ് വന്നത്. ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 100%. പിന്നീട് നടന്നൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുത്തു. അതിനുശേഷം പോയിട്ട് പുള്ളിക്കാരത്തി ഒരു റീൽസും ഇട്ടു. അതാണ് എനിക്ക് ചിരി വന്നത്. ആ ഒരു റീൽസ് ഒന്ന് കണ്ടു നോക്കൂ. അതായത് ആ ഒരു മരണ വീട്ടിൽ പോയപ്പോൾ ഭയങ്കര സങ്കടം നടിച്ച്, കാരണം ഭയങ്കര സങ്കടത്തിൽ പോയ നമ്മുടെ പാവം കുട്ടി പിന്നീട് വന്നിട്ട ഒരു റീൽസാണിത്. അത് കണ്ടപ്പോൾ ചിരി വന്നു. എങ്ങനെയാടെ ഒരു മരിപ്പ് വീട്ടിലൊക്കെ പോയി അവരുടെ സങ്കടത്തിലൊക്കെ പങ്കു ചേർന്നിട്ട് പിന്നെ വന്നിട്ട് ഇതുപോലെയുള്ള റീൽസ് ഇടാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എത്ര എന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, അതായത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടണമെന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വന്ന് ശരീരഭാഗം മുഴുവനും കാണിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവർ കാണിക്കുന്നത് കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും വളരെ മോശം രേണു. നമ്മുടെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കാതെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. മഞ്ജു വാര്യറെയൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അവരുടെയൊക്കെ വീഡിയോസുകൾ നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ കാണാനായിട്ട്. അവരൊക്കെ റീൽസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അവരൊക്കെ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അവരുടെയൊക്കെ ഒരു ക്വാളിറ്റി ഒന്ന് കണ്ടു നോക്കൂ. നല്ല രീതിയിൽ ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും കൈവച്ച് എന്തൊക്കെയോ മാന്തിപ്പറിക്കുകയും പൊത്തി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പൊത്തി വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, എന്തൊക്കെയോ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയോ തലമുടി വെച്ച് മറച്ചു വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. അതായത് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണം. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ ലെന്ത് വീഡിയോയിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗമാണ് കട്ട് ചെയ്ത് ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ ആ ഒരു ഷോർട്സിന്റെ ആ ഒരു ഭാഗം മാത്രം കണ്ടിട്ട് നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പലരും വന്നിട്ട് കമന്റ് ഇടാറുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ഷോർട്സ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും വീഡിയോയിലൂടെ എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലെന്നേ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോയുടെ ആ ഒരു ടൈറ്റിലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെന്ത് വീഡിയോ ഉണ്ടല്ലോ, ഈ ലെന്ത് വീഡിയോ അപ്പോഴും ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു സംഭവം എന്തായിരുന്നു, എന്ത് കാരണമാണ് നമ്മൾ പറയുന്നത് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും